എല്ലാവർക്കും അഭിയോടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ചെസ്റ്റർ ഫീൽഡിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അടുത്തൊരു സിറ്റിയാണ്, ലെസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ചെസ്റ്റർ ഫീൽഡിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്. അപ്പോൾ ലെസ്റ്ററിലെ ബൗസ്കെൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്കുണ്ട്, അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബോർഡ് വെച്ചിട്ടുണ്ട്, ഈ കാണുന്നതാണ് ഇവിടുത്തെ ഈ ഒരു പാർക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ക്ലൈമറ്റ് ഇന്ന് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ കുറേ പേര് വന്നിട്ടുണ്ട്. മൺഡേ ആണ് ഇന്ന്. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫോക്സിനെ വെച്ചിട്ടുണ്ട് ഇവിടെ പാർക്കിൽ. ഇത് ഐസ് ഹൗസ് ബൗസ്കെൽ പാർക്ക് എന്നൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2-3 സ്ഥലത്തായി ഞാനിത് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഇവിടെ കറക്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാൻ സാധിച്ചെന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൗസ്കെൽ പാർക്ക് ഇരിക്കുന്ന ഈ ഏരിയ 1843 ഐസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അന്ന് ഈ ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഐസ് നമ്മൾ ഓൾ ഇയറിന് വേണ്ടി സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഫുഡൊക്കെ കേടാകൊണ്ട് വെക്കാനുള്ളൊരു സംവിധാനം ഒന്നുണ്ടായിരുന്നു 1843. അതിൽ നിന്നാണ് പിന്നെ ഈ ഒരു സ്ഥലം ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ളൊരു പാർക്കാണ്. എന്തായാലും നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഇപ്പോൾ വിൻ്റർ മാറിയിട്ട് ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ വേണ്ടില്ലേ പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണ്ടില്ലേ സ്പ്രിങ് ആയതുകൊണ്ട് ഒരുപാട് പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ UAE ഇങ്ങോട്ട് മാറിയപ്പോൾ ആകെയുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നേച്ചർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ പാർക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നപ്പോൾ ഇവിടെ ചെറിയൊരു പോണ്ട്, ഇവിടെ താറാവിനൊക്കെ കാണാട്ടാ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ബൗസ്കെൽ പാർക്ക് ഐസ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതായിരുന്നു അന്നത്തെ ഐസ് ഹൗസ്. അത് അതേപോലെ തന്നെ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പാർക്കിന് ഒരു സൈഡിലായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1800-കളിലൊക്കെ റെഫ്രിജറേഷൻ ഒന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവർ ഫുഡും വൈനും എല്ലാം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വെൽത്തി ഫാമിലീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഐസ് ഹൗസ്. മിക്ക ഐസ് ഹൗസിനും അടുത്ത് തന്നെ ആയിട്ടാണ് ഈ പോണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോണ്ട് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ആയിട്ടാണ്. അപ്പോൾ വിൻ്ററിൽ അവർ ഐസ് ഇങ്ങനത്തെ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതിനുശേഷം ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഈ ഫാമിലികളുടെ കിച്ചണിൽ ഐസ് ബോക്സിൽ ഇട്ടിട്ട് ഈ ഫുഡൊക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഐസ് ഹൗസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബ്രിക്കും മഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഓരോ ഐസ് ഹൗസിനും അടുത്ത് തന്നെ ഓരോ പോണ്ട് ഉണ്ടാവും. അവിടെ നിന്ന് നമുക്ക് ഐസ് കിട്ടും. ഇല്ലാണ്ട് ഇതേപോലെ പല സ്ഥലത്തുനിന്ന് ഇതേപോലെ കുതിരവണ്ടിയിലൊക്കെ ഐസ് ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാറുണ്ടെന്നാണ് ഇവിടെ പറയണത്. അടിപൊളി. അന്നത്തെ ആൾക്കാരെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ച് നോക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇപ്പോൾ ഈ ബൗസ്കെൽ പാർക്കിലാണ് നമ്മളുള്ളത്, ലെസ്റ്ററിലുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിടാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് നടന്നിട്ട് പാർക്കിൻ്റെ ഒരറ്റമായി ഇപ്പോൾ കഴിഞ്ഞു കണ്ടിട്ട് ഇവിടുത്തെ. അപ്പോൾ ഈ അറ്റത്ത് വന്നപ്പോൾ ഇവിടെ അടിപൊളി ഒരു വ്യൂ. ഇപ്പോൾ സണ്ണി ആയിട്ടുണ്ട്, പൂവൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കൗൺസിൽ ഹൗസാണ്. ഇപ്പോൾ നമ്മൾ ലെസ്റ്ററിൻ്റെ കീഴിൽ തന്നെയുള്ള ബ്ലേബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൗൺസിൽ ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നത് നമ്മൾ ആ പാർക്കിൻ്റെ അവിടുത്തെ ഇങ്ങനെ നടന്ന് വന്നപ്പോൾ ഇവിടെ ഒരു മെമ്മോറിയൽ കണ്ടു. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൽ ഈ ബ്ലേബി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മരിച്ചിട്ടുള്ള സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറിയലാണ്. കണ്ടില്ലേ ഇവിടെ ഫ്ലവേഴ്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ 1914, 1918 കണ്ട ഇവിടെ മരിച്ചവരുടെ ഇവിടെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചുറ്റും നോക്കിയ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുമായിരിക്കും ചിലപ്പോൾ സ്പെഷ്യൽ ഡേയിലൊക്കെ, എന്താണാവോ. എനിവേസ് ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. ഈ കാണുന്ന ഇവിടുത്തെ ഒരു പബ്ബാണ്, ബുൾസ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ. ഇവിടുത്തെ ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ ഫാൻസാണ് ഈ പേര്. ഫോട്ടോക്കെ നോക്കിയല്ലേ ചെറിയൊരു റൗണ്ട് ബോട്ട്. അപ്പോൾ ഈ ബ്ലാബി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗണാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാ ഇവിടുത്തെ ഒരു ടൗണിലും ഞാൻ നോക്കുമ്പോൾ 2-3 ചെറിയൊരു പബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പഴയ കാലത്ത്. പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് ഈ ദീപാലി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അതിനപ്പുറത്ത് തന്നെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്. ചെറിയൊരു ടൗൺ കണ്ടില്ലേ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പബ്ബ്. ചെറിയൊരു ടൗണാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഐസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ബ്ലേബി
ഇവിടെ അടുത്ത ഫോക്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഈ ബ്ലേബി എന്ന് പറഞ്ഞൊരു കൗൺസിലിൽ 20 ഇതേപോലത്തെ ഫോക്സിനുണ്ടാക്കി എല്ലാ മെയിൻ ലാൻഡ്മാർക്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഈ ബ്ലേബിയിലുള്ള ഈ ഐസ്ലാൻഡിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അടിപൊളി ഉണ്ടായി. ഇവിടെ എല്ലാം ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഒരു ചാരിറ്റി ഷോപ്പാണ്. ഈ കാണുന്നുണ്ടല്ലോ ഇത് ചിപ്പി, പിന്നെ AGUK, അതുണ്ട് ഈ ഒരു ആംബുലൻസ് ലോക്കൽ, ഇതൊക്കെ ഉണ്ടല്ലേ ഈ ഒരു സപ്പോർട്ടിങ് ലോക്കൽ ഓൾഡർ പീപ്പിൾ. ഈ കാണുന്നതൊക്കെ ചാരിറ്റി ഷോപ്സാണ് ഇവിടുത്തെ. ഇവിടെ അതിനപ്പുറത്ത് തന്നെ ഡോമിനോസ് പിസ്സ ഉണ്ട്. ഈ കാണുന്നത് ഒരു മാക്ഡൊണാൾഡ്സ് ഒക്കെ പോലെ നമുക്ക് ചെറിയ പൈസയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഐസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇതാണ് പറഞ്ഞ ചാരിറ്റി ഷോപ്പ്. ഞാൻ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. അപ്പോൾ പുറത്ത് തന്നെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതേപോലെ കണ്ടില്ലേ യൂസ്ഡ് ബുക്സും കാര്യങ്ങളും. ഇവിടെ കുറേ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ബുക്ക്, പിന്നെ കുറേ ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉള്ളിൽ. പണ്ടത്തെ കാലത്തെ പെട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തേക്കാണ് ഇവിടുത്തെ ചാരിറ്റി ഷോപ്സ്. അപ്പോൾ ഇവിടെ കണ്ടില്ല വെൽക്കം ടു ബ്ലാബി എന്ന് പറഞ്ഞിട്ട് ഈ ബ്ലാബിയുടെ ഒരു മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ട ബോസ്കൽ പാർക്കിലാണ് നമ്മൾ ഇപ്പോൾ പോയത്. അതിന് ശേഷം വന്നത് കണ്ടില്ല ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ കൗൺസിൽ ഹാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനിപ്പുറത്തന്നെ ഒരു ചർച്ച് ഉണ്ട്. അത് നമ്മളിപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബ്ലാബി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതേപോലത്തെ 20 ഫോക്സിന് അവർ മെയിൻ ലാൻഡ്മാർക്കിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, അങ്ങനെ 20 സ്ഥലത്താണ് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നേരെ കാണാണ് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അവിടേക്ക് പോയിട്ട് നമുക്കൊരു ഡോക്യുമെൻ്റ് മേടിക്കാനുണ്ട്. അപ്പോൾ UAE ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലൈസൻസ് ഇവിടെ ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും UK വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു ഫോം മേടിക്കണം. ആ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് അതിൽ വെച്ചിട്ട് നമുക്ക് അവിടുത്തെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു പേപ്പർ കിട്ടും, ക്ലിയറൻസ്. ആ സർട്ടിഫിക്കറ്റിന് 100 ദിർഹംസാണ്. അതും കൂടെ വെച്ചിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് UK ലൈസൻസ് കൺവേർട്ട് ചെയ്തിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആ പേപ്പർ മേടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ബ്ലേബി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂബി പൂൾ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു പോണ്ട് ഉണ്ട്, കംപ്ലീറ്റ് സ്വാൻസ് ഉണ്ട്, ഫുൾ അരയന്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവനിങ് 4 മണിയാണ്. ക്ലൈമറ്റ് കുറച്ച് മോശമാണ്, അതുകൊണ്ട് വീഡിയോയിൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല, സണ്ണി അല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ ഈ ഏരിയ ഒക്കെ അടിപൊളിയാണ്. കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ ഒരു പോണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വരാം. പോണ വഴിയൊക്കെ നോക്കിയാലേ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഉണ്ട്. എന്തായാലും അടിപൊളി. എനിക്കിവിടെ ഒരു ചെറിയൊരു ടൂർ ഗൈഡ് ഉണ്ട് കേട്ടോ. ഇവളാണ് എനിക്ക് വഴി കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കാരണം നമ്മൾ പാർക്ക് ചെയ്തോടത്തുനിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇവിടെ വരുമ്പോൾ നോക്കിയാൽ കംപ്ലീറ്റ് നല്ല വലിപ്പുണ്ട് കേട്ടോ. അടിപൊളി. അതിൻ്റെ ഇടയിൽ താറാവുണ്ട്. അടിപിടി ഉണ്ടോ അതൊക്കെ. അടി ഇത് പറയുന്നത് മെയിൻ ആൾ കേട്ടോ, ഗുണ്ടന് ഗുണ്ട. അപ്പോൾ ഗ്രൂബി പൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അടിപൊളി കേട്ടോ. ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനൊക്കെ രസമാണ്. ക്ലൈമറ്റ് ഇപ്പോൾ 9 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ വന്നിടത്തുനിന്ന് കുറച്ചുകൂടെ നടന്ന് ഇവിടെ വേറൊരു സ്പോട്ടുണ്ട്, അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം. കണ്ടില്ലേ ഇവിടെ ഇഷ്ടംപോലെ വേറെ കുറേ ഉണ്ട്. കുളക്കോഴിയാണ് അത്. ഇവിടെ കുറേ എണ്ണം കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ തോന്നുന്നില്ല, താറാവിൻ്റെ വലിയൊരു സംഭവം പോലെ. കൊത്തുവോ ഇനിമാരെടുത്ത് പോയിട്ട് ഫുള്ള് കാട്ടിട്ട് വെച്ചേക്കണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് വരുന്ന നോക്കിയാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാർ വന്നിട്ടേ ഫുഡ് കൊടുക്കാറുണ്ട്, വല്ല ബ്രെഡിൻ്റെ കഷ്ണമൊക്കെ ഒക്കെ നമ്മളടുത്തേക്ക് വന്നിട്ടാ. അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ വന്നത്.
ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം കൂടെ ഇങ്ങോട്ട് വന്നിട്ട് നോക്കി വന്നിരുന്നപ്പോൾ കണ്ടില്ല ഒക്കതേ കയറി വരുന്നൊക്കെ നമ്മളടുത്തേക്ക് ഫുഡ് എല്ലാം കിട്ടുന്ന വെച്ചിട്ടുണ്ടാ. കൊക്ക് കണ്ടിട്ട് പേടിയാണ് എൻ്റെ അമ്മേ. പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫുഡ് കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞങ്ങളതിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കൊച്ചുങ്ങളെ കൊണ്ടുവന്ന്, പക്ഷെ കൊടുക്കണില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത് തന്നെ. ഇവൻ്റെ എൻ്റെ അടുത്ത് കമ്പനി അടിച്ച് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടൈപ്പ് സ്വാൻസിനെ ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് പ്യുവർ വൈറ്റും, അല്ല 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്യുവർ വൈറ്റും, പിന്നെ ഒരു ബ്രൗൺ കളറും, പിന്നെ ബ്ലാക്കും. അതേ അടുത്തവൻ കയറി വരുന്നുണ്ട്. ഇവിടെ വന്നാൽ എന്തായാലും വെർത്തായിട്ടുണ്ട്. നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. ഇവിടെ ഈവനിങ് ഒക്കെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ കണ്ടില്ല, ഇരിക്കാനൊക്കെ ഇതേപോലെ ചുറ്റിലും ബഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ രസമായിരിക്കും ഒരു ഈവനിങ് സമയത്തൊക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിള്ളേരൊക്കെ ചെയ്യണമെങ്കിൽ രസമാണ്. കൊത്താണ്ടിരുന്നാൽ മതി, കൊത്തൂല തോന്നല്ലേ. വേണ്ടതൊക്കെ എൻ്റെ കൊക്ക് കണ്ടിട്ട് എനിക്ക് പേടിയാണ്. പറയാൻ പറ്റണെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു കഷ്ണം കണ്ട് കടിച്ചെടുക്കും. അപ്പോൾ അക്കരെ ഈ പുഴയല്ല, ഈ പോണ്ടിൻ്റെ അപ്പുറത്ത് കണ്ടില്ല ഒരു വീടാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്താ വൈബല്ലേ. പിന്നെ ആ സൈഡിലും കുറേ കാണുന്നുണ്ട് കേട്ടോ. സ്വാൻസ് അവിടെയുണ്ട്, ആ സൈഡിലുണ്ട് ഒരുപാട്. അപ്പോൾ നമ്മൾ ലെസ്റ്ററിൽ വന്നിട്ട് ഇവിടുത്തെ ബ്ലൈബി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വില്ലേജിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ലെസ്റ്ററിൽ തന്നെ ഇനി മറ്റു കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.